വ്യാജ വോട്ട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, രാഹുൽ ഗാന്ധി കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖയല്ല എന്നാണ് ഇപ്പോൾ കമ്മീഷൻ നോട്ടീസ് അയച്ച് അറിയിച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ വോട്ടർ പട്ടിക ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് അയച്ചിട്ടുള്ളത്. അതിൽ ഈ നോട്ടീസിൽ പറയുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം തെറ്റാണ്, ആ വാദം തെറ്റാണ് എന്നുള്ളതാണ് നോട്ടീസിൽ ഉന്നയിക്കുന്നത്. രാഹുൽ കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള രേഖയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ശകുൻ റാണി എന്ന വോട്ടർ 2 തവണ വോട്ട് ചെയ്തുവെന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. എന്നാൽ അത്തരത്തിലല്ല നടന്നിട്ടുള്ളത് എന്നുള്ളതും രാഹുൽ ഗാന്ധി അതിന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും രാഹുലിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നോട്ടീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ശകുൻ റാണിയോ മറ്റാരെങ്കിലുമോ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസക്തമായ രേഖകൾ ഇതിനാവശ്യമായിട്ടുള്ള അത് തെളിയിക്കുന്ന പ്രസക്തമായ രേഖകൾ താങ്കൾ ദയവായി നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഓഫീസിന് വിശദമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തണമെങ്കിൽ താങ്കൾ കൃത്യമായ രേഖ ഇത് സംബന്ധിച്ച് ഹാജരാക്കണം എന്നുള്ള ആവശ്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-നാണ് ദില്ലിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇത്തരത്തിൽ കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിലുള്ള വോട്ട് മോഷണം നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചത്. പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും അത് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ കർണാടകയിൽ നിന്നും കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അയച്ചിട്ടുള്ള നോട്ടീസിൽ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം തെറ്റായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്ത രേഖകളാണ് ഈ രാഹുൽ ഗാന്ധി അന്ന് ഉയർത്തി കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസിലൂടെ വ്യക്തമാക്കുന്നത്. സിന്ദൂരി. വ്യക്തമാണ് സ്വാതി. രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി കാണിച്ചിരിക്കുന്ന രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതല്ല എന്നാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൃത്യമായൊരു പ്രതികാര നടപടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.